നാട്ടിൽ സുലഭമായി കിട്ടുന്ന കോവക്ക കൊണ്ടൊരു മെഴുക്ക് പുരട്ടി. നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഈ കോവക്ക മെഴുക്ക് പുരട്ടി. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ഞാൻ ആദ്യം കുറച്ച് കോവക്ക എടുത്തു. അത് ചെറുതായി കട്ട് ചെയ്തു. എൻ്റെ കോവക്ക ഒന്ന് കുറച്ച് പഴുത്തുണ്ട്. വാങ്ങിക്കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി, കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സവാള, ഒരു തക്കാളി, 4-5 പച്ചമുളക് അവ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് എടുക്കാം, തേങ്ങ. അതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ റെഡി ആയിട്ടുണ്ട്. കോവക്ക, തേങ്ങ, വെജിറ്റബിൾസ്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അത് വെന്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് പച്ചമുളക് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. പച്ചമുളക് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇട്ടെടുക്കാം. ഞാൻ കോവക്ക നീളത്തിലാണ് കട്ട് ചെയ്തത്. എനിക്ക് റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി കുറച്ച് മുളക് പൊടി. അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് നന്നായി വേവിപ്പിച്ചെടുക്കാം. അത് വെന്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവക്ക മെഴുക്ക് പുരട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കോവക്ക മെഴുക്ക് പുരട്ടി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.